അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ക്യൂലൈൻ ഓൺലൈൻ അക്കാഡമിക്കയുടെ രണ്ടാമത്തെ ബാച്ചിൻ്റെ തജ്വീദ് ക്ലാസിൻ്റെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. തജ്വീദ് ഖുർആൻ്റെ നിയമം അത് പഠിക്കാതെ ഒരിക്കലും ഒരു ഖുർആൻ നല്ലൊരു കാരിയായി അല്ലെങ്കിൽ നല്ല പാരായണത്തിൻ്റെ അറിവുള്ള ഒരാളായി മാറാൻ സാധിക്കില്ല. ശബ്ദം കൊണ്ട് മാത്രം ഒരിക്കലും തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും, ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. തജ്വീദ് ഇൽമ പഠിക്കൽ അത് ഫർളു കിഫായയാണ്. ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ തജ്വീദിന്റെ ഒരു വലിയ ഒരു അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് സമൂഹത്തിൽ ഒരാളെങ്കിലും എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എന്നാൽ അത് പാരായണം ചെയ്യണം എന്നുള്ളത് മഖ്റജ് എന്ന് പറയുന്നത്, മഖ്റജല്ല, തജ്വീദിന്റെ നിയമങ്ങളെ കുറിച്ചൊന്നും അല്ല അറിയില്ലെങ്കിലും അതിന് രൂപം ഇങ്ങനെയാണ് ഓതേണ്ടത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഫർളു ഐനാണ്, ഓരോ വ്യക്തികളിലും നിർബന്ധമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രീതിയിൽ ഓതുക. ചില ആൾക്കാർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രീതിയിൽ ഓതുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി അതിന് മഖ്റജ് അനുസരിച്ച് കൃത്യമായി ഓതുന്ന രീതി. വേറെ ചില ആളുകൾ അതിന് മഖ്റജ് ഒന്നുമില്ലെങ്കിലും കേൾക്കാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, ആ രീതിയിൽ ഓതിയാൽ ഒരിക്കലും ഖുർആന്റെ അർത്ഥത്തിലേക്ക്, ഖുർആൻ പറഞ്ഞ ആ അർത്ഥത്തിലേക്ക് എത്തിപ്പെടാൻ ആ കാരികന് അല്ലെങ്കിൽ ആ പാരായണം ചെയ്ത വ്യക്തിക്ക്, രണ്ടാമത് പാരായണം ചെയ്ത വ്യക്തിക്ക് എത്താൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വചനം സൂറത്ത് മുസമ്മിലിൽ, അതിന്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അതിൻ്റെ വ്യക്തതയോടും സാവകാശതയോടും തന്നെയായിരിക്കണം എന്നതാണ്. കാരണം പല ആളുകളും ഓതുന്ന രീതികൾ കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ആശയം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? ശബ്ദം കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നു, പക്ഷേ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ മഖ്റജ് അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യക്തമല്ല. അപ്പൊ അത്തരത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം, സയ്യിനു, നിങ്ങൾ നന്നാക്കുക അൽ ഖുർആന, ഖുർആനിനെ ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. അപ്പോൾ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യണം. ഖുർആൻ പറഞ്ഞതുപോലെ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യണം എന്നാണ്. അപ്പോൾ അർത്ഥത്തിൽ ഖുർആൻ തർത്തീലായിട്ടും ഖുർആൻ ഓതാൻ തന്നെ ഖുർആൻ തന്നെ പറയുന്നു. നന്നാക്കി ഓതാൻ ഹദീസും പറയുന്നു. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശബ്ദവും നന്നാക്കണം, അതിൻ്റെ മഖ്റജും പ്രൊനൗൺസിയേഷനും നന്നാക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രീതി, പാരായണത്തിൽ ഇതിൽ പഠിതാക്കൾ ഈ ബോർഡിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ നോട്ട്സിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ തിൽമീദുകൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, തിൽമീദത്തുകൾ ശ്രദ്ധിക്കുക. ബോർഡിൽ എഴുതി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട്സിൽ എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനിയുള്ള തജ്വീദ് ക്ലാസ്സിലൊക്കെ. ഓക്കെ, അതിലൊന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പാരായണ നിയമങ്ങൾ. അതിനെങ്ങനെയാണ് ഒരു പാരായണ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ അത് ആരാണ് പാരായണ രീതികൾ എന്നത് ആദ്യം മനസ്സിലാക്കുക. 3 തരത്തിലാണ് പാരായണ നിയമങ്ങളും അതിൻ്റെ പാരായണ രീതിയും വേർതിരിക്കുന്നത്. പാരായണ നിയമങ്ങൾ എന്ന് പിന്നെ രീതികൾ എന്ന് മനസ്സിലാക്കുക. ഈ രീതികൾ എന്നുള്ളത് 3 തരത്തിലാണ്. അപ്പോൾ രീതികൾ 3 തരത്തിലാണ് പാരായണം ചെയ്യപ്പെടുന്നത്. ഒന്ന് തർത്തീലാണ്, മലയാളത്തിൽ ഞാൻ എഴുതുന്നുണ്ട് തർത്തിൽ, അറബിയിലാണ് തർത്തീൽ എന്ന് പറയുക, തർത്തീൽ. രണ്ടാമത്തത്
ഹദർ എന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ ഓരോന്നും വിശദീകരിച്ചു തരാം. ഹദർ. മൂന്നാമത്തത് തദ്വീർ എന്ന് പറയുന്നു. ഈ 3 രീതിയിലാണ് പ്രസിദ്ധരായ ഖുർആൻ പാരായണക്കാർ ഈ 3 രീതിയിലാണ് പാരായണം ചെയ്യപ്പെടുന്നത്. ഒന്ന് തർത്തീലാണ്, തജ്വീദോടുകൂടി സാവകാശം ഓരോ ആയത്തുകൾ നിർത്തി നിർത്തി പാരായണം ചെയ്യുക എന്നാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹദറായിട്ട് പാരായണം ചെയ്യും. ഹദർ എന്ന് പറഞ്ഞാൽ തർത്തീലിനേക്കാളും കൂടുതൽ വേഗതയിലായിരിക്കും, പക്ഷെ തജ്വീദ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തർത്തീൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. അതിൽ സൂറത്ത് ഇഖ്ലാസ് തന്നെ പാരായണം ചെയ്തത് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി ഹദറിന്റെ രീതിയിലേക്ക് വരുമ്പോഴോ അവിടെ പാരായണം ചെയ്യപ്പെടുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഹദർ തർത്തീലേക്കാൾ കുറച്ച് വേഗതയിലായിരിക്കും. അപ്പൊ പാരായണം ചെയ്യപ്പെടുന്നത് ഖുൽ ഹുവല്ലാഹു അഹദു ലില്ലാഹുസ് സമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉണ്ടോ? തജ്വീദൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി സ്പീഡായി ആയത്തുകളൊക്കെ ഒന്ന് ചേർത്തിട്ടൊക്കെ പാരായണം ചെയ്യപ്പെടുന്ന രീതിയിലായി. ഇനി തദ്വീർ എന്ന് പറഞ്ഞാൽ തർത്തീലിനെക്കാളും ലോ ആയിട്ടല്ല, എന്നാൽ ഹദറിനെക്കാളും വേഗതയിലുമല്ല. കുറച്ച് തദ്വീർ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് വേഗതയുണ്ട്, പക്ഷെ എന്നാലും ഹദറിന്റെ അത്ര എത്തൂല. ഒരു ഉദാഹരണം പാരായണ രീതി എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ കുറച്ച് സ്പീഡായി, തർത്തീലിനേക്കാളും കുറച്ച് സ്പീഡായി, പക്ഷെ ഹദറിനെ പോലെ അല്ലതാണ്. ഹദറിന് ആയത്തുകൾ ചേർത്തി പിടിച്ച് ഓതുന്ന രീതിയിലാണ്. അപ്പോൾ ആയത്തുകൾ ചേർത്തി പിടിച്ച് ഓതില്ലെങ്കിലും സ്പീഡ് ഒന്നുകൂടി ഉണ്ടാവും, കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും. വലിയ ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമുക്ക് ആ ആയത്തുകളൊക്കെ പാരായണം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ സൂറത്ത് ബയ്യന തന്നെ നമുക്ക് ഈ 3 രീതിയിൽ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. സൂറത്ത് ബയ്യന എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സൂറത്താണെങ്കിലും അമ്പത് ജുസിലുള്ള അത്യാവശ്യം വലിയ വലിയ ആയത്തുകളുള്ള അതാണ്. അപ്പൊ ആ ആയത്തിൽ തർത്തീൽ എങ്ങനെയാ ഓതുന്നത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. അല്ലോ, തർത്തീൽ വളരെ സാവകാശം ഓരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് വെക്കുന്ന രീതിയിലാണ്. ഹദർ വളരെ കുറച്ച് സ്പീഡാവും എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. കുറച്ച് സ്പീഡായ രീതിയിലാണ് എന്താണ് പാരായണം ചെയ്തത്. ഇത് തദ്വീർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പീഡാക്കാം, കുറക്കാം, ഇങ്ങനെ രീതിയിലാണ് തദ്വീർ പാരായണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ 3 രീതികളാണ് കാര്യങ്ങൾ പാരായണത്തിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് മഹ്റജിന് നിയമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മഹ്റജ് സ്ഥാനങ്ങൾ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആ സ്ഥാനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആ 3 രീതികൾ എഴുതി വെച്ചിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി 3 സ്ഥാനങ്ങൾ, ഈ അക്ഷരങ്ങൾ വരുന്ന സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൽ 1, 2, 3, 4, 5 സ്ഥലങ്ങളുണ്ട് നമുക്ക് മഹ്റജിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ
പ്രൊനൗൺസിയേഷൻ സ്ഥാനം മനസ്സിലാക്കാൻ 5 സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളുണ്ട്. ആ 28 അക്ഷരങ്ങളിൽ 5 സ്ഥാനങ്ങളിലായിക്കൊണ്ടാണ് നമ്മളുടെ ഈ 28 അക്ഷരങ്ങളും ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആ സ്ഥാനങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒന്ന് ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ അത് വായയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നു, അത് സ്ഥാനമല്ല. അത് ജൗഫ് എന്ന് പറഞ്ഞാൽ അല്ലെ, അൽ ജൗഫ്. ഞാൻ അങ്ങനെ അറബിയിൽ എഴുതണ്ട, അതിന് അപ്പുറം ഞാൻ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എഴുതാം. അൽ ജൗഫ് ഇതിങ്ങനെ തന്നെയാണ് പറയാറുള്ളത്, ജൗഫ്. എന്താണ് ജൗഫ്? എന്നാൽ വായയുടെ ഉൾഭാഗമാണ്. വായയുടെ ഉൾഭാഗം, അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. അത് പറഞ്ഞാൽ ഞാൻ ആ അക്ഷരങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരാം. വളരെ സിമ്പിളായ അക്ഷരങ്ങളാണ്. നമ്മുടെ അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മദ് അക്ഷരങ്ങൾ എന്ന് പറയും. നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് അത്, നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അലിഫ് മദ്, വാവ് മദ്, യാ. ഇത് അക്ഷരങ്ങൾ തന്നെയാണ്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോ കോല എന്ന് നീട്ടാൻ വേണ്ടി, കാല എന്നുള്ളതും കാല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക, നീട്ടുക എന്നതാണ്. കൂൽ, വാവ് മദ് നീട്ടുന്നു, യാ പറയുമ്പോൾ കീല, കീല. അപ്പോൾ അങ്ങനെ നീട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് ഏതൊക്കെയെന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിക്കാം. ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. അതിന് ഉദാഹരണം പറയാൻ ആ, ഊ, യാ, ഇതിനൊന്നും എന്തില്ല, മഹ്റജ്, ഒരു ഉത്ഭവം എവിടെ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ജൗഫ്, വായയുടെ ഉൾഭാഗത്ത് നിന്നാണ് നമ്മൾ അതിനെ പറയുക എന്നതാണ്. അപ്പോൾ വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന 3 അക്ഷരങ്ങളുണ്ട്. അത് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 അക്ഷരങ്ങളാണ്. ഇനി ആ കൂട്ടത്തിൽ രണ്ടാമതായി നമ്മൾ ചെറുതിൽ നമുക്ക് തുടങ്ങാം. രണ്ടാമതായി മനസ്സിലാക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് അൽ ഖൈശൂം. അൽ ഖൈശൂം. ഖൈശൂം എന്ന് പറഞ്ഞാൽ നസൽ പാസേജ് എന്ന് പറയാം. നമ്മളുടെ മൂക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ തരിമൂക്ക് എന്ന് പറയാം. 2 അക്ഷരങ്ങളാണ് തരിമൂക്കിൽ നിന്ന് വരുന്നത്. ഒന്ന് ഷദ് നൽകപ്പെടുന്ന നൂൻ. ഈ അക്ഷരങ്ങൾ ഷദ് നൽകപ്പെടുന്നു. മീമ് ഷദ് നൽകപ്പെടുക. ഇത് വായിക്കുന്നതാണ് ഇന്ന, ഇന്ന, ഇന്ന. നിങ്ങൾ ഈ മൂക്കൊന്ന് പൊത്തിപ്പിടിച്ച് പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾക്ക് വ്യക്തമാകും എന്താണ് ഖൈശൂം. നസൽ പാസേജ് ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. വ്യക്താവൂല, പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ ഒരു എയർ പാസേജ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ അക്ഷരങ്ങൾ ഷദ് നൽകപ്പെടുന്ന നൂനും ഷദ് നൽകപ്പെടുന്ന മീമും അവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള നിയമങ്ങൾ കുറച്ച് വിശാലമായി പഠിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് അൽ ജൗഫ്, യാ, അലിഫ് മദ്, വാവ് മദ്, യാ, ആ, വ, യാ പറയുന്നു. അക്ഷരങ്ങൾ എവിടെ നിന്നുള്ള മഖ്റജ് വേറെ പറയുന്നുണ്ട്. ഞാൻ ജൗഫ് എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നു എന്നുള്ളത് കൊണ്ട് ഈ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും അതിൽ പെടുന്നു. പിന്നെ നെസൽ പാസേജിലൂടെ വരുന്നത് 2 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾക്ക് മഖ്റജ് വേറെ ഉണ്ട്, സ്ഥാനം വേറെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഒരു നിയമത്തിൽ പെടുന്നു. അത് ഷദ് വരപ്പെടുമ്പോൾ, ഇതാണ് ഷദ് എന്ന് പറയാം, നൂന് ഷദ് വരിക. അപ്പോൾ ഇന്ന ഒരു ഉദാഹരണം പറഞ്ഞാണ്. പിന്നെ അതുപോലെ
ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇതിന് ഷദ് നൽകപ്പെടുമ്പോൾ, ഇതിന് ഷദ് എന്ന് പറയുക, ഈ ഷദ് നൽകപ്പെടുമ്പോൾ അവിടെ ഉച്ചാരണം ഇങ്ങനെയായിരിക്കണം. ഖൈഷൂമിൽ നിന്നായിരിക്കും, നെസൽ പാസേജിലൂടെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. നോട്ട് സ്ട്രിക്ക് എന്നൊക്കെ പറയും, നോട്ട് സ്ട്രിക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നൊക്കെയാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് വിശദീകരിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പോൾ 3 തരത്തിൽ പാരായണം ചെയ്യപ്പെടുന്നു: തർത്തീല്, സ്ലോവില്, തജ്വീദോടെ, ഹദർ വളരെ വേഗതയോടെ തജ്വീദോടെ. തദ്വീർ എന്ന് പറഞ്ഞാൽ വേഗതയുണ്ട് താനും, എന്നാൽ ഹദറിന്റെ അത്രയും വരുന്നില്ല, തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്നു. ഇനി ഇതിന്റെ സ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി, 5 ഉണ്ട്, അതിൽ 2 നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. അത് ജൗഫ് എന്ന് പറഞ്ഞാൽ വായുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ്. രണ്ടാമത് ഖൈഷൂം നെസൽ പാസേജിലൂടെ വരുന്ന തരിമൂക്കിലൂടെ വരുന്ന അക്ഷരങ്ങൾ. അതിന് ഷദ് നൽകപ്പെടുമ്പോൾ നൂനിനും മീമിനും ഷദ് നൽകപ്പെടുക, അതാണ് കൃത്യം മനസ്സിലാക്കുക. ഷദ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കി 3 ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആന്റെ തർത്തീലനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.